സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രകാശ് കാരാട്ട്. പാർട്ടിയുടെ കേരള ഘടകം കരുത്തുറ്റതെന്ന് കാരാട്ട്. The Kerala unit of the CPIM is the biggest and strongest unit of the party in our country. And this strong movement of our party in Kerala has a historical record beginning from the anti-imperialist and anti-feudal struggles from the 19th. നവകേരള വികസന രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. പാർട്ടിയിലെ പ്രായപരിധി നേരത്തെയുള്ളതെന്ന് മുതിർന്ന CPM നേതാവ് S. രാമചന്ദ്രൻ പിള്ള. പുതിയ തലമുറയെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. സാങ്കേതികമായി പ്രയാസമുള്ള വിഷയമല്ലെന്നും S. രാമചന്ദ്രൻ പിള്ള കേരള വിഷൻ ന്യൂസിനോട്. ചോദ്യപേപ്പർ ചർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങിയത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. നടപടി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ കേസിന് പിന്നിൽ MS സൊല്യൂഷനെ തകർക്കാനുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ ശ്രമമെന്ന് ഷുഹൈബ്. ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം. ആ സ്ഥാപനം എൻ്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആക്രമണം ആസൂത്രണം ചെയ്തവരിലേക്കും അന്വേഷണം. കൂടുതൽ പ്രതികൾ കാര്യം പരിശോധിക്കുക. മെറ്റ വിവരം ലഭിച്ച ശേഷം നജക്കിന്റെ പേരിൽ മാത്രം പ്രധാന പ്രതിയുടെ പിതാവിനെ പ്രതി ചേർക്കാനാവില്ലെന്ന് പോലീസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായത് തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി ഹരി. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് മോഷ്ടിക്കാനെന്ന് പ്രതി. ചരക്കു ട്രെയിൻ കടന്നു പോകുമ്പോൾ റെയിൽ കഷ്ണം തട്ടിത്തെറിച്ചു. ഒഴിവായത് വൻ ദുരന്തം. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 25ാം ദിവസം തുടരുന്നു. വേതന വർധനയുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആശമാർ. മറ്റന്നാൾ വനിതാ ദിനത്തിൽ മഹാസംഗമം. മലപ്പുറത്ത് കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പ്രതി അറസ്റ്റിൽ. കരുവാരക്കുണ്ട് സ്വദേശി ജെറിനെ അറസ്റ്റ് ചെയ്തത് വനം വകുപ്പിന്റെ പരാതിയിൽ. ആർത്തൽ എസ്റ്റേറ്റിന് സമീപം കടുവയെ കണ്ടെന്ന വീഡിയോ പ്രചരിപ്പിച്ചത് പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത്. SDPI ഓഫീസുകളിൽ EDയുടെ രാജ്യവ്യാപക റെയ്ഡ്. ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്തും കേരളത്തിൽ മലപ്പുറത്തടക്കം പരിശോധന. ED നടപടി ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം. വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത ഖലിസ്ഥാൻ വിഘടനവാദികൾ. ആക്രമണ ശ്രമം തടഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും പ്രകോപനപരമായ പ്രവർത്തനങ്ങളെ അപലപിക്കുന്നുവെന്ന് ഇന്ത്യ. ഹമാസിന് അന്ത്യശാസനവുമായി അമേരിക്ക. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. സഹകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് എല്ലാ സഹായങ്ങളും അമേരിക്ക നൽകും. ഗാസയിൽ നിന്ന് ഹമാസ് പിന്മാറിയില്ലെങ്കിൽ ഒരാളും സുരക്ഷിതരല്ലെന്നും US. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയതിന് പിന്നാലെ.